അടുത്തതായിട്ട് നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് ഒരു കൂണുണ്ടാക്കാം. അതിനായിട്ട് പകുതി മതിയാകും. മുട്ടത്തോടിൻ്റെ പകുതി എടുക്കുക. ഇതിലായിട്ട് നമുക്ക് ചുവപ്പ് കളറ് അടിക്കാം. ചുവന്ന കളറ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ബഡ്സിൻ്റെ ഭാഗം ഉപയോഗിച്ചിട്ട് അതിനായിട്ട് ചെറിയ വെള്ള കുത്തുകൾ ഇട്ട് കൊടുക്കാം. ഈ ചുവപ്പ് കളർ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം വെള്ള അടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇടവിട്ട് ഡോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പേപ്പറും ഇതുപോലെ ഒരു ചെറിയ വട്ടവും വെട്ടിയെടുത്ത് വയ്ക്കുക. ഈ പേപ്പർ നമുക്ക് കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കി ഈ ഒരു ഷേപ്പിലാക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അധികമുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളം മതിയാകും. ഇത്രയും മതിയാകും. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഈ മുകളിൽ വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇതിനായിട്ടാണ് നമ്മൾ ഈ വട്ടം എടുത്തിരിക്കുന്നത്. ഈ വട്ടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഈ ഹോളിലൂടെ നമുക്ക് ഈ പേപ്പറിൻ്റെ അറ്റം അകത്തേക്ക് കടത്താം. ഇനി നമുക്ക് ഈ ഭാഗം ഈ മുട്ടത്തോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഭാഗം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഒട്ടിയിരിക്കും. ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഒരെണ്ണമാണ് ഇത്. അപ്പം നമുക്ക് പേപ്പർ വെച്ച് എളുപ്പത്തിൽ ഒരു കൂണുണ്ടാക്കാം.